ആഫ്റ്റർ എഫക്ട്സിൽ നമുക്ക് എങ്ങനെ ഈ ഒരു എഫക്റ്റ് ചെയ്ത് കൊണ്ടുവരാം എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കൊരു സിനിമാറ്റിക് സ്റ്റൈല് ടെക്സ്റ്റ് എഫക്റ്റ് നോക്കാം. ഒരു പ്ലഗിനും ഇല്ലാതെ ഡീഫോൾട്ടായിട്ട് സിനിമ 4D പ്ലഗിനോ അല്ല സിനിമ 4D അല്ലെങ്കിൽ ഏതാണ് നമ്മളെ എലമെന്റ് 3D അല്ലെങ്കിൽ ഒരു പ്ലഗിനും ഇല്ലാതെ ഡീഫോൾട്ടായിട്ട് നമുക്ക് ആ ഒരു എഫക്റ്റ് എങ്ങനെ കൊണ്ടുവരാൻ നോക്കാം. പക്ഷെ പുറത്തേക്കുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരണം, സ്മോക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊണ്ടുവരണം. ഓക്കെ, ഞാൻ ടെക്സ്റ്റ് എടുത്തിട്ട് ടൈപ്പ് ചെയ്തേ. ഓക്കെ, ടെക്സ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് ഓൾട്ട് കൺട്രോൾ ഹോം ആക്കി ഒന്ന് സ്കെയിൽ ചെയ്യാം. എനിക്ക് തോന്നുന്നു അതിൻ്റെ കളർ ബ്ലാക്ക് ആണ്. സെലക്ട് ചെയ്യുക, ബ്ലാക്ക് കളർ മാറ്റിയിട്ട് വൈറ്റ് ആക്കുക. ഓക്കെ, സെലക്ട് ചെയ്ത് ഞാൻ സ്വല്പം കൂടെ ഒന്ന് വലുതാക്കി ടെക്സ്റ്റിന്. ഓക്കെ, അതിനുശേഷം ടെക്സ്റ്റിൻ്റെ പ്രോപ്പർട്ടീസ് ഇവിടെ ഉണ്ട്. മാറ്റണമെന്നുണ്ടെങ്കിൽ സ്റ്റൈൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ സ്റ്റൈൽ ചേഞ്ച് ചെയ്യാം. ഒരു സുഖമില്ല, ഇത് തന്നെ മതി, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ടെക്സ്റ്റ്. ഈ ഒരു ടെക്സ്റ്റിൻ്റെ അകത്ത് ഞാനൊരു ടെക്സ്ചർ കൊണ്ടുവരണേ. അതിൻ്റെ അകത്ത് ഞാൻ 2-3 ടെക്സ്ചർ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഡൗൺലോഡ്സിൻ്റെ അകത്ത് കുറേ ടെക്സ്റ്റേഴ്സ് ഇട്ടിട്ടുണ്ട്. ഈ ഒരു മാർബിളിൻ്റെ ടെക്സ്ചർ ആണെന്ന് വെച്ചോ. ഈ മാർബിളിൻ്റെ ടെക്സ്ചർ ഞാൻ വലിച്ചതിൻ്റെ താഴെ ഇട്ടു. ഉണ്ടോ? സ്വല്പം നമുക്ക് എസ് അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ടെക്സ്ചറിനെ സ്വല്പം ഒന്ന് വലുതാക്കാം. ഓക്കെ, അതിപ്പോൾ ഞാൻ ക്വാർട്ടറിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ഫുൾ ആക്കുക. കേട്ടോ, എനിക്ക് ഈ ഒരു ടെക്സ്ചറിനെ എനിക്ക് ഇതിലോട്ട് ബ്ലെൻഡ് ചെയ്യിപ്പിക്കണം. മീൻസ് ഈ ടെക്സ്ചർ എന്നുള്ളതിന് അകത്ത് നമ്മൾ ഫോട്ടോഷോപ്പിൽ ക്ലിപ്പിംഗ് മാസ്ക് പോലെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് കണ്ടോ, ട്രാക്ക് പാറ്റ് എന്ന് പറഞ്ഞ സംഭവം കണ്ടാണ്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ടെക്സ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ ആ ടെക്സ്റ്റ് മൊത്തം ഇതിൻ്റെ അകത്ത് വന്നു. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒരു ക്ലിപ്പിംഗ് മാസ്ക് പോലെ നമുക്ക് മൂവ് ചെയ്യാൻ കണ്ട, ക്ലിപ്പിംഗ് മാസ്ക് പോലെ നമുക്ക് അതിനെ എങ്ങോട്ട് വേണമെങ്കിൽ നമുക്ക് മൂവ് ചെയ്യാം. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു ടെക്സ്റ്റ് ഉണ്ടല്ലോ, ഇത് ഓൺ ആക്കി കഴിഞ്ഞാൽ വൈറ്റ് ആവും അല്ലേ. ഇതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുക്കുക. അതായത് ഈ ടെക്സ്റ്റിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി. കൺട്രോൾ ഡി അടിച്ചു കഴിഞ്ഞാൽ ഈ ടെക്സ്റ്റിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി. ഇപ്പൊ ഇതിന്റെ അകത്ത് എന്താ കളർ? വൈറ്റ്. ആ വൈറ്റ് കളറിനെ ഞാൻ മാറ്റുകയാണേ. വൈറ്റ് കളറിനെ ഞാൻ മാറ്റിയിട്ട് അവിടെ ബ്ലാക്ക് ആക്കും. ഓക്കെ, ബ്ലാക്ക് ആക്കി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ നോർമൽ മാറ്റിയിട്ട് ആഡ് കൊടുത്ത് നോക്കാം ആദ്യം. കേട്ടോ, ആഡ് കൊടുത്തിട്ട് നമ്മൾ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ വലിയ മാറ്റമൊന്നുമില്ല അല്ലേ. അപ്പം ഞാനിപ്പോൾ നോർമലാക്കിയാലും അത് അങ്ങനെ തന്നെ ഇരിക്കും. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, എഫക്റ്റിൻ്റെ അകത്ത് പോയിട്ട് ബെവൽ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് പെർസ്പെക്റ്റീവിൻ്റെ അകത്ത്. ഇതിപ്പോൾ ബ്ലാക്കാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ബ്ലാക്ക് കൊടുത്തിട്ട് നോർമൽ, വേറെ ഒന്നും കൊടുത്തിട്ടില്ല എൻ്റെ അകത്ത്, വെറും ബ്ലാക്ക് മാത്രം. ഈ ബെവൽ ആൽഫ എടുത്തിട്ട് ഇവിടെ ഇടപ്പോൾ നമുക്കുണ്ട് ആ ഒരു ടെക്സ്റ്റ് തെളിഞ്ഞു വരും. ഓക്കെ, ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ഒന്നുമില്ല. അതിന് മുന്നിൽ നമുക്ക് ഇതുണ്ട്. ഏതാണ്? ഈ ഇടുന്നുണ്ട്. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഡിലീറ്റ് ചെയ്തിട്ട് കൺട്രോൾ ഡി, ഇത് ഓൺ ആകുമ്പോൾ എന്ത് വരും? ഈ ടെക്സ്റ്റ് വരും. അപ്പം നമുക്ക് നേരെ നമ്മുടെ ടെക്സ്റ്റിൻ്റെ പ്രോപ്പർട്ടിയിലോട്ട് പോവാം. എന്നിട്ട് അതിനെ ബ്ലാക്ക് ആക്കാം. സോറി, ഇവിടെ വന്നിട്ട് വൈറ്റ് എന്നുള്ളതിനെ ബ്ലാക്ക് ആക്കാം. ഓക്കെ, അപ്പം നമുക്ക് വലുതായിട്ടൊന്നും കാണാൻ പറ്റത്തില്ല, ഇങ്ങനെ ഇരിക്കുക സംഭവം, പക്ഷെ ഉണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് എഫക്ട്സിൻ്റെ അകത്ത് പോയാൽ നമുക്ക് ബെവൽ ആൽഫ, എഡ്ജ് വേണമെങ്കിലും ബെവൽ ചെയ്യാം, ഇത് വേണമെങ്കിലും ഇടാം. കണ്ടാ, പക്ഷെ അത് എഡ്ജ് ബെവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എനിക്കിപ്പോൾ എഡ്ജ് ബെവൽ അല്ല, എനിക്ക് എന്താണ് ബെവൽ ആൽഫയാണ് ബെവൽ ചെയ്യേണ്ടത്. ഇതിന് സ്വല്പം ഇങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ കണ്ടോ ഈ ഒരു എഡ്ജ് മൊത്തം വരും. അതേപോലെ ഈ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടാം. കണ്ടോ, അപ്പോൾ അതൊക്കെ ഇങ്ങനെ കൂട്ടാം. അപ്പോൾ എഡ്ജിന് നമുക്കൊരു ഫീല് വരാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. ഓക്കെ, അതായത് നമുക്കൊരു കാര്യം ചെയ്യും, ടെക്സ്റ്റിന് ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ, ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പിയും കൂടെ എടുക്കാം, കൺട്രോൾ ഡി. എന്നിട്ട് അതിൻ്റെ അകത്ത് ഇപ്പോൾ എത്ര ടെക്സ്റ്റായി? 1 2 3 3 ടെക്സ്റ്റായി. ഇനി നോർമൽ മാറ്റിയിട്ട് നമുക്ക് മൾട്ടിപ്ലൈ കൊടുക്കാം. മൾട്ടിപ്ലൈ കൊടുത്താൽ ഒരു ഫീല് വരില്ല. നമുക്ക് ആഡ് കൊടുക്കാം. ആഡ് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഇതിനൊന്ന് തിരിച്ചു പോക്കാം. ഓക്കെ, എന്നാലും ഒരു ഫീല് വരുന്നില്ല അല്ലേ. ഇത് വരുന്നുണ്ട്, ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ഒക്കെ ചെറുതായിട്ട് കൂട്ടിയാലും ആ ഒരു എഡ്ജിനാണ് കൃത്യമായിട്ട് പറഞ്ഞത്. ആഡ് മാറ്റിയിട്ട് നമുക്കൊന്ന് മൾട്ടിപ്ലൈ കൊടുത്ത് നോക്കാം. മൾട്ടിപ്ലൈ കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കളറിൻ്റെ ഇൻറ്റൻസിറ്റി ഒക്കെ ഒന്ന് കൂട്ടിയാലും നമുക്ക് എന്താണ് ആ ഒരു അത്രയും ഒരു പക്ക ഫീൽ നമുക്ക് വരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒറിജിനൽ ടെക്സ്റ്റ് കിടന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഫീൽ വരുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഇതൊന്നും കൊടുക്കാതെ
ഒരു ടെക്സ്റ്റും കൂടെ കൊടുക്കാം. കൺട്രോൾ ഡി അടിച്ചിട്ട് ഇത് വേണ്ട, ഏതാണ് ഈ ബെവൽ ആൽഫ വേണ്ട. പിന്നെ എന്തുണ്ട് ഇതിൻ്റെ അകത്ത്, ഈ ഒരു ടെക്സ്റ്റിന്റെ കോപ്പിക്കകത്ത് പിന്നെ എന്തുണ്ട്, സാധാരണ ബ്ലാക്ക് ആണ് ഇവിടെ ആക്കിയിരിക്കുന്നത് അല്ലേ, ബ്ലാക്ക് ആണ് ആക്കിയിരിക്കുന്നത്. നമുക്ക് നോർമൽ ആക്കാം. നോർമൽ ആക്കിയാൽ ആ ഒരു ഫീൽ വരുന്നില്ല. അപ്പൊ നമുക്ക് ഈ ഒരു ടെക്സ്റ്റിന്റെ കളർ സെലക്ട് ചെയ്തിട്ട് വീണ്ടും നമുക്കൊന്ന് വൈറ്റ് ആക്കി നോക്കാം. വൈറ്റ് ആക്കിയിട്ട് നോർമൽ മാറ്റിയിട്ട് സ്ക്രീൻ ആക്കി നോക്കാം. മൾട്ടിപ്ലൈ ഇല്ല, ആ ഒരു സംഭവം നമുക്ക് എന്താണ് ആ ഒരു ടെക്സ്റ്റിൽ കിട്ടത്തില്ല. അപ്പൊ നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് 3 തന്നെ വെച്ചിട്ട് ഇതിനൊന്ന് ഹൈഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിലാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള സംഭവം കിട്ടുന്നത്. ഇതുണ്ടോ, ഇത് രണ്ടിലുമാണ് നമുക്ക് ഇതിന്റെ പക്കാ സംഭവം കിട്ടുന്നത് അല്ലെ, ഇത് രണ്ടും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇത് തൽക്കാലം ഇങ്ങനെ ഇരുന്നോട്ടെ, ഇതും ഇരുന്നോട്ടെ. ഓക്കെ, ഈ ഒരു ടെക്സ്റ്റിനെ സെലക്ട് ചെയ്തിട്ട് ലൈറ്റിന്റെ ആംഗിളും കാര്യങ്ങളും സ്വല്പം അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിന്റെ നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് നോർമൽ മാറ്റിയിട്ട് ഇത് മാറ്റിയിട്ട് നോർമൽ ആക്കാം. ഡിസോൾവ് നോക്കാം, നമുക്ക് എല്ലാം ചെക്ക് ചെയ്ത് നോക്കാം. മൾട്ടിപ്ലൈ, അതുപോലെ കളർ ബേൺ, ആഡ്, ലൈറ്റൻ, സ്ക്രീൻ, ഓവർലേ, സോഫ്റ്റ് ലൈറ്റ്, ഹാർഡ് ലൈറ്റ്, അങ്ങനെ എല്ലാം നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ഈ ഒരു രീതിയിലാണ് എനിക്ക് ടെക്സ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് ഫിനിഷ് ചെയ്യാം. പക്ഷെ എനിക്ക് ഇതല്ല വേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ രണ്ട് ടെക്സ്റ്റ് ഉണ്ടല്ലോ, ഇതിന്റെ ഈ ഒരു ടെക്സ്റ്റ് ഉണ്ടല്ലോ, ഇതിനെ കോപ്പി ചെയ്യാം. ടെക്സ്റ്റ് അല്ല, ടെക്സ്ചറിനെ കൺട്രോൾ സി കൺട്രോൾ വി അടിച്ചിട്ട് ഇവിടെ കൊണ്ടുവച്ചു. പക്ഷെ അത് മിസ് ആവരുത്, ഏതാണ് ഈ ഒരു ബെവൽ ആൽഫ മിസ് ആവരുത്, ഇങ്ങനെ ഇരിക്കുകയും വേണം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, അങ്ങനെ ചെയ്യുന്നതിനെക്കാട്ടി ഇത് മൊത്തം സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ഏത് കൊടുക്കാം, ഫ്രീ കോം കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള സംഭവം അതിൻ്റെ അകത്ത് ചെയ്യാം. ഫ്രീ കോമിന്റെ അകത്ത് നമുക്ക് നമ്മുടെ ടെക്സ്ചർ നമുക്ക് ഒന്നും കൂടെ ഇടാം. ഏതാണ് നമ്മുടെ ടെക്സ്ചർ, മാർബിൾ വലിച്ചിടുക, കണ്ടോ, സെലക്ട് ചെയ്യുക, എസ് അടിക്കുക, വലുതാക്കുക, ഇതിൻ്റെ അകത്ത് നോ മാച്ച് മാറ്റിയിട്ട് ഫ്രീ കോം ആക്കി. ഓക്കെ, ഫ്രീ കോം ആക്കി കൊടുക്കുമ്പോൾ ഈ ഒരു ഫീൽ നമുക്ക് കിട്ടും. എന്നിട്ട് എഫക്ട്സ് ആൻഡ് പ്രീസെറ്റിന്റെ അകത്ത് ബെവൽ എഡ്ജസ് കൊടുത്താലോ, സ്വല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താലോ, ഇല്ല വരുന്നില്ല. അപ്പൊ നമുക്ക് തിരിച്ചിറങ്ങാം. വീണ്ടും ഞാൻ തിരിച്ചിറങ്ങി ഇവിടെ വെച്ച് തന്നെ കറക്റ്റ് ഈ ഒരു ഫീലിലുള്ള ഒരു എഫക്ട് കറക്റ്റ് ആയിട്ട് വേണം. ആക്ച്വലി ഇതിനെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഏതാണ്, ഇതിലാണ് നിൽക്കുന്നത്, ഇന്റൻസിറ്റിയും ഇതിലാണ് നിൽക്കുന്നത്. അപ്പൊ ലൈറ്റിന്റെ ഇന്റൻസിറ്റി നമുക്ക് മാക്സിമം ഒന്ന് ഇൻക്രീസ് ചെയ്ത് നോക്കാം. ഓക്കെ, എന്നാലും നമുക്കത് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല. ലൈറ്റിന്റെ ആംഗിൾ ഒന്ന് കറക്കി നോക്കാം. ഓക്കെ, ഒരു കോപ്പിയും കൂടെ എടുത്തു നോക്കാം. കൺട്രോൾ സി കൺട്രോൾ വി, ഒരെണ്ണം കൂടെ ഡ്രാഗ് ചെയ്ത് ഇവിടെ ഇടാം. ബെവൽ എഡ്ജസ് അല്ല, ബെവൽ ആൽഫ. ഓക്കെ, എന്നിട്ട് നമുക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ലൈറ്റിന്റെ ഇന്റൻസിറ്റി വീണ്ടും കൂട്ടാം. ഓക്കെ, ലൈറ്റിന്റെ ഇന്റൻസിറ്റി ഭയങ്കരമായിട്ട് കൂട്ടിക്കഴിഞ്ഞ് തിക്നെസ് ഭയങ്കരമായിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ അത് വൃത്തികേടായി പോവേ. നോർമൽ മാറ്റി ആഡ്, കാണാലോ, കേട്ടോ, ടെക്സ്റ്റ് തെളിഞ്ഞ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, സ്വല്പം കൂടെ. അപ്പൊ ഞാൻ 2 ബെവൽ ആൽഫ ഇട്ടിട്ടുണ്ട്. ഇനി ഇന്റൻസിറ്റി സ്വല്പം ഒന്ന് കുറയ്ക്കാം, കേട്ടോ. ഇപ്പൊ ആ ഒരു ടെക്സ്റ്റ് കറക്റ്റ് ആയിട്ട് തെളിഞ്ഞ് വരുന്നുണ്ട്. എന്നാൽ എഡ്ജിന്റെ തിക്നെസ് നോക്കിയാലും കണ്ടോ, എഡ്ജിന്റെ തിക്നെസ്സും ഉണ്ട്, ഇതിന്റെ അകത്ത് നമുക്ക് തിക്നെസ്സും അഡ്ജസ്റ്റ്. ലൈറ്റിന്റെ ആംഗിൾ നമുക്ക് കറക്കാം, കേട്ടോ. ഇപ്പൊ നമുക്ക് വൃത്തിയായിട്ട് കണ്ടൂടെ, കാണാലോ. ഓക്കെ, ഇങ്ങനെ ഇരുന്നോട്ടെ. അപ്പൊ നമുക്ക് ടെക്സ്റ്റ് ഓക്കെ ആയി. ഞാൻ 2-3 പ്രാവശ്യം അങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടെക്സ്റ്റിനെ ഫുൾ സെലക്ട് ചെയ്ത് ടെക്സ്ചർ ടെക്സ്ചറിന്റെ നമ്മൾ ഈ ബെവൽ ആൽഫ ഞാൻ ഒന്നും കൂടെ ഓൺ ആക്കിയ സംഭവം. ഒരു ബെവൽ ആൽഫയും കൂടെ ഞാൻ അതിനകത്ത് കൊടുത്തു. ബെവൽ ആൽഫ ഒന്നും കൂടെ ഞാൻ കൊടുത്തു, ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തു. നോർമൽ ആക്കിയിരുന്നു, ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ വ്യക്തമായിട്ട് കാണാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ സ്ക്രീൻ ആക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഇതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് 2 എത്ര വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഈ എഡ്ജ് തിക്നെസ്സും നമുക്ക് കണ്ടോ,
അത് ഒരുപാടായി കഴിഞ്ഞാൽ വൃത്തിയിടായിപ്പോൾ ആവശ്യത്തിനുള്ള ഇത് മാത്രം മതി. ഞാൻ ഫുള്ളിൽ ഇട്ടിരിക്കണമെന്ന് പറഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ആയി കഴിഞ്ഞു. പിന്നെ റൈറ്റ് ഫുൾ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക്, ദെൻ പ്രീമൂവ്. ഓക്കെ, മൂവ് ഓൾ ആട്രിബ്യൂട്ട് ഇൻ ദ ന്യൂ കോമ്പോസിഷൻ. ഓക്കെ, എന്നിട്ട് ഞാൻ ഇതിനെ സ്വല്പം ഒന്ന് സ്കെയിൽ ചെയ്ത് എന്നിട്ട് ഇവിടെ വെച്ചു. എന്നിട്ട് ഇതിൻ്റെ അകത്ത് നിന്നൊരു പെൻ ടൂൾ എടുത്തു ഞാൻ ഇതിന് ഇങ്ങനെ കട്ട് ചെയ്യണം. ഇപ്പം എന്താ പറ്റി? ഇവിടെ കട്ടായി. എം അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാസ്ക് ലെയറിൽ കയറിപ്പോവും. ഇതിൻ്റെ കൺട്രോൾ ഡി ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുത്തിട്ട് ഇതിനെ തിരിക്കുക, ഇൻവേഴ്സ് ആക്കി. ഓക്കെ, അപ്പോൾ ഇത് സെലക്ട് ചെയ്തിട്ട് ഹൈഡ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ സ്വല്പം ഡിസ്ട്രോട്ടഡ് ആക്കാം. കണ്ടോ, ഇങ്ങനെ ഒന്ന് ഡിസ്ട്രോട്ടഡ് ആക്കാം. അല്ലാതുകൊണ്ട് ഇത് കറക്റ്റ് ഇതായി പോവില്ലേ? സ്വല്പം ഒന്ന് ഡിസ്ട്രോട്ടഡ് ആക്കാം. അതൊന്ന് വീഴുമ്പോഴും ആ ഒരു ഫീലിൽ ഒന്ന് വീഴും. ഓക്കെ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്ന് ഇങ്ങനെ ആവും. ഓക്കെ, സ്വല്പം കൂടെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഇതിന്റെ പൊസിഷൻ പി അടിച്ചിട്ട് ഓക്കെ. ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് അനിമേഷൻ എന്തായാലും നമ്മൾ ചെയ്യാനുണ്ട്, അപ്പോൾ നമുക്ക് കറക്റ്റ് ചെയ്യാം, കുഴപ്പമില്ല. ഇത് ഞാനങ്ങ് ഓഫ് ചെയ്യണം തൽക്കാലത്തേക്ക്, ആ പൊസിഷൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, മതി, ഇത്രയും മതി. ഓക്കെ, തൽക്കാലം ഇത്രയും മതിയേ. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് അനിമേഷൻ ചെയ്ത് വിടുകയാണ്. ഇത് ഞാൻ എൻ്റർ ചെയ്തിട്ട് ടോപ്പ് ഒന്ന് അടിച്ചു കൊടുത്തു, ഇതിൽ എൻ്റർ ചെയ്തിട്ട് ഞാൻ ബോട്ടം ഒന്ന് അടിച്ചു കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഈ ടോപ്പിന് പൊസിഷനിൽ ഒരു കീ ഫ്രെയിം ഇടുക, ഇവിടെ വന്ന് നിൽക്കുന്നു. ഓക്കെ, ഒരു കീ ഫ്രെയിം ഇട്ടു, ഇതിനെ ഞാൻ ഡ്രാഗ് ചെയ്ത് മുകളിലോട്ട് കൊണ്ടുപോയി. ഓക്കെ, എന്നിട്ട് ഇവിടെ എത്തുമ്പോൾ പൊസിഷനിൽ ഒരു കീ ഫ്രെയിം, ആഡ് കീ ഫ്രെയിം. ഇവിടെ എത്തുമ്പോൾ തിരിച്ച് മുകളിലേക്ക് പോവുക. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ വരുമ്പോൾ ഇത് കറക്റ്റായിട്ട് ഇവിടെ വരും. ഇനി അടുത്ത് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ബോട്ടത്തിന് ഒരു കീ ഫ്രെയിം കൊടുക്കാം. ബോട്ടം ഇവിടെ വരുമ്പോൾ കറക്റ്റായിട്ട് രജിസ്റ്റർ ആവണം. സോ ബോട്ടത്തിന് ഒരു ബോട്ടത്തിന് പൊസിഷനിൽ ഒരു കീ ഫ്രെയിം കൊടുക്കുക, ആഡ് കീ ഫ്രെയിം. മൂവ് ചെയ്യുന്നു, പിന്നെ ഞാൻ താഴേക്ക് ഡ്രാഗ് ചെയ്ത് വയ്ക്കും. ഓക്കെ, ഇനി ഇത് രണ്ടും കൂടെ സെലക്ട് ചെയ്തിട്ട് തൊട്ടടുത്തുകൊണ്ട് വയ്ക്കുന്നു. റൈറ്റ് ക്ലിക്ക്, കീ ഫ്രെയിം അസിസ്റ്റന്റ്, ഈസി. എന്നിട്ട് നമ്മൾ ഗ്രാഫ് എഡിറ്റർ എടുക്കുക, ഗ്രാഫ് എഡിറ്ററിൽ രണ്ടും കൂടെ സെലക്ട് ചെയ്യുക, ജസ്റ്റ് മൂവ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ അനിമേഷൻ നമുക്ക് പക്കയായിട്ട് കിട്ടും, രണ്ടും കൂടെ ഒന്ന് വീഴും. ഓക്കെ, ഭയങ്കര സ്ലോ ആയി പോയി, സ്വല്പം കൂടെ ഫാസ്റ്റ് ആക്കാം. ഓക്കെ, സ്വല്പം കൂടെ ഒന്ന് ഫാസ്റ്റ് ആക്കാം. സെലക്ട് ചെയ്യുക, ഒന്നും കൂടെ ഗ്രാഫ് എടുക്കാമേ. ഇതിൽ ഒന്നും കൂടെ സെലക്ട് ചെയ്യുക, സ്വല്പം കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഒന്നുകൂടെ സെലക്ട് ചെയ്യുക, ഗ്രാഫ് എടുക്കുന്നു. കണ്ടോ, ഈ ഗ്രാഫ് ഇങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോൾ രണ്ട് ഗ്രാഫും കൂടെ പിടിച്ചിട്ട് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് വലുതാക്കി ഇതിനെ പിടിച്ച് ഇങ്ങോട്ട് മൂവ് ചെയ്ത് വെച്ചു. അതേപോലെ ഇതിനെയും കൂടെ പിടിച്ച് ഇങ്ങോട്ട് മൂവ് ചെയ്ത് വെച്ചു. ഓക്കെ, അതങ്ങ് ദൂരോട്ട് പോയി. ഓക്കെ, ഇതിൻ്റെ അകത്ത് രണ്ട് അനിമേറ്റ് ചെയ്തിട്ടുണ്ട്, മറ്റേ അകത്ത് ഒന്ന് മാത്രമേ അനിമേറ്റ് ചെയ്തിട്ടുള്ളൂ. സെലക്ട് ചെയ്യുന്നു, കുറച്ചും കൂടെ സ്പീഡാക്കാം, മൂവ് ചെയ്ത്. അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് സ്ലോ ആക്കാം, ഈസി ആക്കി കൊടുക്കാം. ഇത് രണ്ടും ഈസി. ഓക്കെ, സ്വല്പം കൂടെ ഫാസ്റ്റ് ആക്കാം. ഓക്കെ, ഹലോ, അത്യാവശ്യം ഇത് മതി, ഇതിനെ ഫണ്ട് വേണമെങ്കിൽ ഒരു കീ ഫ്രെയിം സ്വല്പം കൂടെ അങ്ങോട്ടാക്കിയാലും കുഴപ്പമില്ല. രണ്ടോ സ്വല്പം മൂവ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മുടെ മെയിൻ പാർട്ടിലോട്ട് നമ്മൾ പോവുകയാണ്. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, ഇത് നമ്മൾ ഓൾറെഡി എല്ലാം ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഇനി ഒന്നും ചെയ്യുന്നില്ല. ഇതിൻ്റെ അകത്ത് നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റ് ലെയർ ആഡ് ചെയ്യാം. ന്യൂ അഡ്ജസ്റ്റ്മെന്റ് ലെയർ ഉണ്ടല്ലോ, ഇത് അഡ്ജസ്റ്റ്മെന്റ് ലെയറിൻ്റെ അകത്താണ് ഇനി എല്ലാം ചെയ്യുന്നത്. അതിൻ്റെ അകത്തൊരു ട്രാൻസ്ഫോം ഇട്ട് കൊടുക്കാം, സാധാരണ ട്രാൻസ്ഫോം. ഓക്കെ, ട്രാൻസ്ഫോം ഡ്രാഗ് ചെയ്ത് ഇവിടെ ഇട്ട് കൊടുക്കും. കണ്ടോ, അപ്പോൾ അതിൻ്റെ അകത്ത് പൊസിഷനും കാര്യങ്ങളും എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ റൊട്ടേഷൻ കാര്യങ്ങളും എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ പൊസിഷൻ്റെ അകത്ത് ഞാനൊരു ഇതുണ്ടോ,
ഇവിടെ വെച്ചിട്ട് ഓൾട്ട് ഹോൾഡ് ചെയ്തിട്ട് ഒരു വട്ടം ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ അകത്ത് എഫക്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം വരും. ഞാൻ അതിൻ്റെ അകത്ത് സംഭവം കൊടുക്കുകയാണ് വിഗിൾ. വിഗിളിൻ്റെ അകത്ത് 8/50 ഇങ്ങനെ കൊടുത്തു. ഓക്കെ, പ്ലേ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും നോക്കാം. കണ്ടോ, അതിങ്ങനെ നടന്ന് വിഗിൾ ആയിക്കൊണ്ടേയിരിക്കും. കണ്ടോ, ഇങ്ങനെ നടന്ന് വിഗിൾ ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതല്ല. അപ്പോൾ എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ടൈപ്പ് അനിമേഷനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തൊരു സ്ലൈഡർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. സ്ലൈഡർ കൺട്രോൾ. അതും അഡ്ജസ്റ്റ്മെന്റ് ലെയറിൽ മാത്രമേ ഇടാവുള്ളൂ സ്ലൈഡർ, വേറെ ഒന്നിനും ഇടരുത്. മറ്റേ ഇതിലൊന്നും പോരുത്. അപ്പോൾ സ്ലൈഡർ ഇട്ടിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇത് കിടന്ന് ഇങ്ങനെ അനിമേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് നമ്മൾ നേരത്തെ പൊസിഷൻ്റെ ഒരു കീ ഫ്രെയിം ഇട്ടില്ലേ, അപ്പോൾ ആ പൊസിഷൻ്റെ കീ ഫ്രെയിം നിങ്ങൾ ഓൾട്ട് ഹോൾഡ് ചെയ്ത് കാണാമല്ലോ. അല്ലെങ്കിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ എങ്കിലും ഒന്നും കൂടെ ആഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. ക്ലിക്ക് ചെയ്യുക, വിഗിൾ ക്ലിക്ക് ചെയ്തു, വാല്യൂ നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം. ഞാൻ ഇപ്പോൾ തൽക്കാലം 8 or 9/50 കൊടുക്കും. ഓക്കെ, എന്തായാലും അവിടെ അത് വിഗിൾ ആവുന്നുണ്ട് അല്ലേ, വിഗിൾ ആവുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ 50 ഉണ്ടല്ലോ, 50ൽ നമ്മളിങ്ങനെ സെലക്ട് ചെയ്യുക. കണ്ടോ, ഡിലീറ്റ് ചെയ്യാം. 50ൽ സെലക്ട് ചെയ്തിട്ട് ഇത് കണ്ട എക്സ്പ്രഷൻ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 50 സെലക്ട് ചെയ്തിട്ട് എക്സ്പ്രഷൻ പിക്ക് ചെയ്തിട്ട് ഇതിനെ നേരെ സ്ലൈഡറിലോട്ട് കൊണ്ടിട്ടു. ഓക്കെ, അപ്പൊ വിഗിൾ നാൻ എഫക്റ്റ് സ്ലൈഡർ കൺട്രോൾ. അപ്പൊ ഇനി ഇനി നമുക്ക് സ്ലൈഡറിന് അഡ്ജസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ അത് ആദ്യം മുതൽ കിടന്ന് ചാടിക്കൊണ്ടിരിക്കൂലേ. അപ്പൊ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ഇങ്ങനെ പോയിട്ട് ഇനി നമുക്ക് സ്ലൈഡറിൽ കീ ഫ്രെയിം ഇട്ട് കൊടുക്കാം. സ്ലൈഡർ നമുക്ക് എവിടെ നിന്ന് തുടങ്ങണം അവിടെ നമുക്ക് കീ ഫ്രെയിം ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ സ്ലൈഡറിൽ ഒരു കീ ഫ്രെയിം ഇട്ടിട്ട് ഞാൻ യു അടിക്കുമ്പോൾ സ്ലൈഡറിന്റെ ആനിമേഷൻ ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്വല്പം ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഇനി നമുക്ക് സ്ലൈഡറിന്റെ ആനിമേഷൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ വന്നിട്ട് എവിടെയൊക്കെ നമുക്ക് സ്ലൈഡർ മൂവ് ചെയ്യണം ആ രീതിയിൽ നമുക്ക് അതിനെ ട്വിക്ക് ചെയ്ത് തിരിച്ചാണെങ്കിൽ തിരിച്ച്. ഇപ്പൊ നോക്കിയേ, കണ്ടോ, തുടക്കത്തിലില്ല, തുടക്കത്തിലൊന്നുമില്ല. തുടക്കത്തിൽ വേണ്ടെന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ റിമൂവ് ചെയ്ത് വയ്ക്കുക. കണ്ടോ, ചെറുതായിട്ട് തുടക്കത്തിൽ വരുന്നില്ല, വിഗിൾ ചെയ്യുന്നില്ല. കണ്ടോ, തുടക്കത്തിൽ വിഗിൾ ചെയ്യുന്നില്ലല്ലോ. ഇവിടെ എത്തുമ്പോഴേ വിഗിൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. കണ്ടോ, വിഗിളിനെ പിടിച്ച് നമ്മൾ സ്ലൈഡറിലാണ് കൊടുത്തിരിക്കുന്നത്. പിടിയിട്ടാ, തുടക്കത്തിലൊന്നുമില്ല, ഇവിടെ എത്തുമ്പോൾ മാത്രം അത് വിഗിൾ ചെയ്ത് തുടങ്ങും. പിടിയിട്ടാ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിൻ്റെ അകത്തൊരു എഫക്റ്റും കൂടെ കൊടുക്കാം. ഈ ഒരു എഫക്റ്റ് നമുക്ക് ഇതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കാം. അപ്പം നമ്മൾ ഇവിടെ നിന്നേ അത് വരണ്ട. അപ്പം ഇത് ഇവിടുന്ന് പൊട്ടിത്തുടങ്ങുന്ന സമയം തൊട്ട് നമുക്ക് ഇത് വന്നാൽ മതി. ഇത് മാത്രം വന്നാൽ മതി. ഓക്കെ, അപ്പൊ എങ്ങനെ കട്ട് ചെയ്യാം? ഇങ്ങനെ കട്ട് ചെയ്യാം. ഇങ്ങനെ ഇവിടെ നിന്നും കട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഇത് വേണ്ട സംഭവം. വേണ്ട ആ ഒരു അപ്പൊ ഇതും കട്ട് ചെയ്ത് കളയാം. ഇതെനിക്ക് വേണ്ട. ഇത് മൂവ് ചെയ്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. മാക്സിമം ഇതെനിക്ക് വേണ്ട. ഉണ്ടോ, ഈ ഒരു തീപ്പൊരി മാത്രം എനിക്ക് മതി. അപ്പൊ എത്രത്തോളം വേണം അത്രത്തോളം ജസ്റ്റ് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്ത് കൊടുത്താൽ മതി. ജസ്റ്റ് മൂവ് ചെയ്ത് കൊടുത്താൽ നമുക്ക് വേണ്ട ഭാഗം മാത്രം നമുക്ക് മതി. സ്വല്പം കൂടെ മൂവ് ചെയ്യും. എന്നിട്ട് സ്വല്പം ബാക്കിലോട്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി പ്ലേ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ നിന്ന് വന്നിട്ട് ഉണ്ടോ, അതും കൂടെ വരുമ്പോഴേ ആ ഒരു പക്ക ഫീല് നമുക്ക് വരുള്ളൂ. കണ്ടോ, അപ്പൊ എത്രത്തോളം വേണം എന്നുള്ള കാര്യം നമുക്ക് തീരുമാനിക്കാം. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു ക്യാമറ വെച്ചിട്ട് ക്യാമറ അനിമേഷനും കൂടെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്ത് ഇങ്ങനെ നിന്നു ക്യാമറ അനിമേഷൻ വേണമെങ്കിൽ ക്യാമറ അനിമേഷൻ. ഇനി ബാക്ക്ഗ്രൗണ്ടിനകത്ത് റാമ്പ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സോളിഡ് ഇടുക, സോളിഡ് വലിക്കുക, സോളിഡിന്റെ അടുത്ത് പുറകിലിടുക, ഒരു റാമ്പ് ഇട്ട് കൊടുക്കുക. റാമ്പ് അല്ലെങ്കിൽ റാമ്പ് വേണമെന്നില്ലല്ലോ, നിർബന്ധമില്ല. നമുക്ക് വേറെ ടെക്സ്ചർ ഇട്ടാലും മതി. ഈ മാർബിളിന്റെ ടെക്സ്ചർ തന്നെ ഞാൻ വലിച്ചുകൂടെ ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ എസ് അടിക്കുന്നു, സ്കെയിൽ ചെയ്യുന്നു. ഇത് മതിയല്ലോ, നമുക്ക് കുറച്ചും കൂടി ഒരു ഫീൽ ഉണ്ട്. വേണമെങ്കിൽ ആ ടെക്സ്ചർ കാണാതിരിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഗ്ലോ ആഡ് ചെയ്ത് ചെറിയൊരു ഗ്ലോ ആഡ് ചെയ്ത് കൊടുത്താൽ ആ ടെക്സ്ചർ നമുക്ക് വലുതായിട്ട് പ്രശ്നം വരത്തില്ല. CC ഗ്ലോ ഇതടങ്ങുന്നു, വലിച്ച് ഇവിടെ ഇട്ടിടും. സോറി, ഈ മാർബിൾ ഇതിൽ വളരെ മൈന്യൂട്ട് കൊടുക്കുക കേട്ടോ, ഒരുപാട് വേണ്ട.
ചെറുതായിട്ടൊരു ഗ്ലോ എടുക്കുക. ഇന്റൻസിറ്റി കൂടുമ്പോൾ നമുക്കത് കണ്ടോ കാണാത്ത ആ ഒരു രീതിയിലെത്തും. കണ്ടോ പ്ലേ ചെയ്ത് കഴിയുമ്പോൾ അവിടെ എത്തുമ്പോൾ അത് കിടന്ന് വികളാവും. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, ഇതിന് നമുക്ക് ഇത് വേണ്ടാതുണ്ടെങ്കിൽ നമുക്ക് ഗ്ലോയെ നമുക്ക് ഒഴിവാക്കാം. ഓക്കെ, വേണ്ടാതുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് ഒഴിവാക്കാം, കുഴപ്പമൊന്നുമില്ല. ഇല്ലാതുകൊണ്ട് ഇങ്ങനെ വന്നിരിക്കും, അത്രേ ഉള്ളൂ. ഇങ്ങനെ വന്നിരിക്കും. ഇനി ക്യാമറ വയ്ക്കണമെങ്കിൽ റൈറ്റ് ക്ലിക്ക്, ന്യൂ, സ്കെയിൽ ചെയ്യാം. ഇതിനെന്ത് വേണം നമുക്ക് ചെയ്യാം. ഇപ്പൊ ഏത് ഏരിയക്കകത്തോട് ഇവിടെ വന്നല്ലോ, ഇവിടെ എത്തുമ്പോൾ നമുക്ക് സ്കെയിൽ ചെയ്യാം. ജസ്റ്റ് അടിക്കുക, ഒരു കീ ഇടുന്നു, ജസ്റ്റ് മൂവ് ചെയ്യുക, സ്കെയിൽ ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഉണ്ടോ? നമുക്ക് നെറ്റ് കിട്ടും. ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രീനിന് എടുക്കണം, അല്ലെങ്കിൽ ബ്ലാക്ക് എടുക്കണം. ഈ രീതിയിൽ നമുക്ക് ഒരു എഫക്റ്റ് ചെയ്യാം. വേണമെങ്കിൽ സ്മോക്ക് ആണെങ്കിൽ ബാക്കിൽ ഇനി സ്മോക്ക് ഇട്ട് കൊടുക്കാം. എന്തൊക്കെ കാര്യങ്ങൾ ആഡ് ചെയ്യാം അത്രയും കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ വെച്ച് കൊടുക്കാം. ഇതിനെല്ലാം 3D ആക്കി കഴിഞ്ഞാൽ നമുക്കൊരു ക്യാമറ ആഡ് ചെയ്യാം. റൈറ്റ് ക്ലിക്ക്, ന്യൂ, അതിൻ്റെ അകത്തൊരു ക്യാമറ ആഡ് ചെയ്യാം. ഓക്കെ, എല്ലാം 3D ആക്കണമെന്നേ ഉള്ളൂ. 1 എല്ലാം 3D ആക്കുക. അഡ്ജസ്റ്റ്മെന്റ് ലെയർ വേണ്ട, ബാക്കിയുള്ള എല്ലാം നമുക്ക് 3D ആക്കാം. ഓക്കെ, ഇപ്പൊ 3D ആയല്ലോ. ഇനി എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാമറ അനിമേറ്റ് ചെയ്ത് വിടാം. പൊസിഷൻ എങ്ങോട്ടാണ് പോവേണ്ടത്, ക്യാമറ ഇങ്ങനെയാണ്. ഇങ്ങനെ ഞാൻ പൊസിഷൻ ഒരുക്കി ഇട്ടു. ഇത് പൊട്ടുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അടുത്തോട്ട് വയ്ക്കും, അത്രേ ഉള്ളൂ. ഇതിനകത്ത് നമുക്ക് സ്വല്പം കൂടെ അടുപ്പിച്ച് വെച്ചാലും കുഴപ്പമില്ല. റൈറ്റ് ക്ലിക്ക്, കീ ഫ്രെയിം റെസ്പോൺസിന്റെ ഈസി സെലക്ട് ചെയ്യുക, ഡ്രാഗ് ചെയ്ത് വെച്ചു. ഇപ്പൊ നോക്കിയേ 3D ആയി. സ്വല്പം കൂടെ മൂവ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വല്പം കൂടെ മൂവ് ചെയ്ത് ഇട്ടെടുക്കാം. സെലക്ട് ചെയ്യുക, വീണ്ടും സെലക്ട് ചെയ്യുന്നു. അതുവഴി പോകണമെന്നുണ്ടെങ്കിൽ അതിന് മൂവ് ചെയ്ത് ആ ഭാഗത്തോട്ട് മൂവ് ചെയ്ത് വിട്ടുകൊടുത്താൽ, സ്കെയിൽ ആയിപ്പോയി. ക്യാമറയുടെ പൊസിഷൻ അത് നമുക്ക് ഇതനുസരിച്ച് നമ്മളൊന്ന് ചെയ്താൽ മതി. തിരിച്ചു വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു കീ ഫ്രെയിം അവിടെ കിടപ്പുണ്ട്. ഓക്കെ,